ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട നസ്രുദ്ദീൻ സാർ, ഏറെ പ്രിയങ്കരരായ ഫോക്കസ് അക്കാഡമിയിലെ PSC പഠിതാക്കളെ, നാം മനസ്സിലാക്കിയ പോലെ നമ്മുടെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന ഒരു എക്സാമാണ് നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുന്നത്. ഓൾറെഡി നേരത്തെ പഠിച്ചു തുടങ്ങിയ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നേരത്തെ പഠിച്ചു, എക്സാമൊക്കെ എഴുതി, റാങ്ക് ലിസ്റ്റുകളിൽ വന്ന്, എന്നാൽ പല സാഹചര്യങ്ങളാൽ ഇപ്പം ഈ കഴിഞ്ഞ കാല കുറച്ച് സമയത്ത് PSCയുടെ സിലബസ് ഒന്നും അങ്ങനെ ടച്ചില്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കുറച്ചൊക്കെ പഠിച്ചിരുന്നു, എന്നാൽ ഒരു ഭാഗത്തേക്കും കാര്യമായിട്ട് എത്തിയിട്ടില്ല എന്ന രൂപത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് എന്തായിരുന്നാലും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്തണം എന്നുള്ള നിയത്തോടു കൂടിയാണ്. അതിലിപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഷുവർ ഷോട്ട് എന്ന് പറയുന്ന ഏകദേശം നമ്മുടെ സിലബസിൻ്റെ എല്ലാ ഭാഗങ്ങളും ക്വസ്റ്റ്യൻസ് വിശകലനം ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ PSCയുടെ സിലബസ് ഒന്ന് കവർ ചെയ്യണം എന്ന രൂപത്തിൽ ഷുവർ ഷൂട്ട് എന്ന കോഴ്സിന് മാത്രം ജോയിൻ ചെയ്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതോടൊപ്പം നേരത്തെ ഫോക്കസ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏതൊരു എക്സാം കഴിഞ്ഞാലും, അതിപ്പോൾ PSC എക്സാം ആണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഏപ്രിലിൽ ഒരു 3-4 ദിവസം അടുപ്പിച്ച് എക്സാം എഴുതിയാൽ പിന്നെ ഇപ്പോൾ നമ്മുടെ മുമ്പിലായിട്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസം എക്സാം ഒന്നും ഇല്ല എന്ന രൂപമാണുള്ളതെങ്കിലും, കുറച്ച് നാൾക്കകം തന്നെ നമ്മൾ അടുത്ത ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും PSCയുടെ തന്നെ. അപ്പോൾ അതേ രൂപത്തിൽ കുറച്ച് മുമ്പേ തന്നെ നമ്മുടെ ഈ ഒരു ഏപ്രിൽ നടക്കുന്ന എക്സാമിനെന്നോണം അതിൽ പല എക്സാമുകൾ നേരത്തെ വിളിച്ചതാണ്. അതിൽ നേരത്തെ പഠിച്ചു തുടങ്ങിയ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകളൊക്കെ ഈ ഒരു കൂട്ടത്തിലുണ്ട്. എന്നാൽ കോഴ്സിൽ ജോയിൻ ചെയ്തു, പക്ഷേ പഠനം കാര്യക്ഷമമായി നടക്കാത്ത ആളുകൾ ആണ് അധികം ഉള്ളത്. കാരണം പലവർക്കും പല തിരക്കുകളാണുള്ളത്. കുറച്ച് പേര് മാത്രമാണ് കൃത്യമായി ഷെഡ്യൂൾ പ്രകാരം പഠിച്ചു ഇനി റിവിഷൻ എന്ന തലത്തിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾ. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ തന്നെ ഇൻഷാ അല്ലാഹ് ലക്ഷ്യത്തിലെത്താൻ പറ്റും എന്നാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോഴ്സിൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിലും വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. പക്ഷേ ഇത് കാര്യക്ഷമമായി നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സാധ്യമാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. കാരണം നമുക്കൊക്കെ അറിയാം, നല്ല കോമ്പറ്റീഷനാണ് ഈ ഒരു അറബിക് PSC രംഗത്തുള്ളത്. PSC പൊതുവെ എല്ലാ എക്സാമുകൾക്കും കോമ്പറ്റീഷൻ ഉണ്ട്. അതിലിപ്പോൾ അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മൾ ഒന്നുകൂടെ കൂടുതൽ അടുത്തറിയുന്ന ഭാഗമാണിപ്പോൾ അറബിക് PSC എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും. അപ്പോൾ അതിൽ ആദ്യകാലങ്ങളിലൊക്കെ PSC എഴുതിയ ആളുകൾക്ക് അറിയാം, അന്നൊക്കെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ മാർക്കുകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അല്പം വലിയ രൂപത്തിൽ തന്നെയാണ് കട്ട് ഓഫ് വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും കട്ട് ഓഫ് ഒക്കെയാണ് വരുന്നത്. കാരണം മുമ്പൊക്കെ എക്സാം എഴുതി ചെറിയ കട്ട് ഓഫിൽ ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിരുന്ന ആളുകൾ അത്യാവശ്യമൊക്കെ പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതി കട്ട് ഓഫിന് നിശ്ചയിച്ചിട്ടുള്ളതിൻ്റെ അടുത്ത് പോലും എത്താൻ സാധിക്കാതെ ഈ ഒരു ഭാഗം ഒഴിവാക്കിപ്പോയ ആളുകൾ വരെയുണ്ട്. ഇനിയിപ്പോൾ PSC എഴുതിയിട്ട് കാര്യമില്ല എന്ന രൂപത്തിലെത്തിയ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡിലാണ് നമ്മളിപ്പോൾ ഈ ഒരു കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഇൻഷാ അല്ലാഹ് സിലബസ് മുഴുവൻ കവർ ചെയ്യണം എന്ന് പ്രതീക്ഷിക്കുന്നത്.
അത് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇൻഷാല്ല നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാൻ തന്നെ സാധിക്കും. പക്ഷേ അതോടുകൂടെ തന്നെ നമ്മുടേതായ നല്ലൊരു എഫേർട്ട് ഉണ്ടാവണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. പ്രത്യേകിച്ച് നമുക്ക് നല്ലൊരു ചാൻസ് ആണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഈ ഒരു എക്സാം ഒരു ജൂൺ 20 അല്ലെങ്കിൽ ജൂൺ ലാസ്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഒരുപക്ഷെ പിന്നെ ഡെയിലി വേജ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അധ്യാപകരായിട്ടുള്ള ആളുകളായിരിക്കും. എന്നാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇനി വെക്കേഷൻ സമയത്തേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ഒരു സമയമാണ്. ഏപ്രിൽ മെയ് മാസം വെക്കേഷൻ ആയിരിക്കും. അതിലിപ്പോൾ ഏപ്രിൽ ആദ്യഘട്ടത്തിലാണ് നമ്മൾ കടക്കാനിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുറഞ്ഞ ദിവസങ്ങൾ നമ്മൾ എന്തായിരുന്നാലും നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഏകദേശം 50-ലധികം സെഷൻസ് ആണ് നമുക്കുള്ളത്. 50-ലധികം സെഷൻസ് നമുക്ക് കുറഞ്ഞ ദിവസം കൊണ്ട് കവർ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഷെഡ്യൂൾ പ്രകാരം തന്നെ ആ പറയപ്പെട്ട സെഷൻസ് നമ്മുടെ PSCയുടെ സിലബസ് ഏകദേശം കവർ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ നിങ്ങൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾ അടച്ച ആ ഒരു ഫീ നിങ്ങൾക്ക് പ്രയോജനപ്പെടുള്ളൂ എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. ഇനി ചിലർക്കെങ്കിലും ആശങ്ക ഉണ്ടാവും, സംഗതി ഇപ്പം ചെറിയൊരു എമൗണ്ട് അല്ലേ നമ്മൾ അടച്ചിട്ടുള്ളൂ, അപ്പോൾ എത്രമാത്രം ആ ഒരു എമൗണ്ടിന് അനുസൃതമായി ക്ലാസ്സുകൾ ലഭിക്കും എന്നൊക്കെ ആശങ്കയുള്ള ആളുകളുണ്ടാവും. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല എന്ന് പ്രത്യേകമായി അതുമായി ബന്ധപ്പെട്ട് പറയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ അടച്ച ആ ഒരു ഫീയോട് എന്തായിരുന്നാലും നീതി പുലർത്താവുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അതിനേക്കാളും അത് കൃത്യമായി നിങ്ങൾ ഈ ഒരു കോഴ്സ് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എന്തായിരുന്നാലും നിങ്ങൾക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുന്ന നല്ലൊരു കോഴ്സ് തന്നെയായിരിക്കും ഇൻഷാ അല്ലാ ലഭിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഏത് എക്സാമിനും നമുക്കറിയാം, ഇപ്പം നമ്മളിപ്പോൾ ഒരു 4-5 വർഷത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഓരോ മേഖലയിലും വർഷങ്ങളായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർ അവർ ഇതുവരെ കഴിഞ്ഞ PSC എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ്, അതേപോലെ അറബി കോമ്പറ്റീവ് എക്സാമുകളുടെ മൊത്തത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പരിശോധിച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉൾക്കൊള്ളുന്ന രൂപത്തിലാണ് ക്ലാസ് എടുക്കുക. അപ്പോൾ അതേ പാറ്റേണിൽ അല്ലെങ്കിൽ ഏകദേശം വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്താലും ഒരു പക്ഷേ ചിലപ്പോൾ അല്ലാത്ത ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം വന്നേക്കാം. എന്നാൽ മിക്കവാറും നമ്മൾ ഏകദേശം ചർച്ച ചെയ്യുന്ന ഭാഗങ്ങളിൽ തന്നെയാണ് ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും വരാറുള്ളത്. അപ്പം അത് ആ രൂപത്തിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളിൽ തന്നെ ക്വസ്റ്റ്യൻസ് വരാനും നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് അടുത്ത ലിസ്റ്റിൽ ഉൾപ്പെടാനൊക്കെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ആ രൂപത്തിൽ തന്നെ ഇൻഷാ അല്ലാ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും നല്ല രൂപത്തിൽ പഠിക്കാനും അങ്ങനെ ആദ്യ റാങ്കുകളിൽ എത്താനും നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ള കാര്യം, ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ LPO അല്ലെങ്കിൽ UP HS എക്സാമിനേഷനൊക്കെ എഴുതിയ ആളുകൾ തന്നെയാണ് മിക്കവാറും നമ്മുടെ കൂട്ടത്തിൽ അധിക ആളുകളും. വളരെ കുറച്ച് പേര് അതിൽ എക്സാം എഴുതാത്ത ആളുകളുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. എന്നാലും കൂടുതൽ ആളുകളും എഴുതിയ ആളുകളാണ്. ഇനി എഴുതാത്ത ആളുകൾ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിലൊന്ന് ഉൾപ്പെട്ടാൽ മതി എന്ന ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവിടുന്ന് ഇപ്പം മാറി. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരുപാട് എക്സാമുകൾ എഴുതി അതിൽ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ ശബ്ദം ശ്രവിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അത്തരത്തിലുള്ള ആളുകൾ. പക്ഷേ അവരിപ്പോൾ നിരാശയിലാണ്. ഉൾപ്പെട്ടത് കൊണ്ട് മാത്രമായില്ല. കാരണം എത്രയോ ലിസ്റ്റിൽ ഏകദേശം നല്ല റാങ്ക് എന്ന രൂപത്തിൽ തന്നെ ഉൾപ്പെട്ട ആളുകൾ ഇപ്പോഴും ജോലി പ്രതീക്ഷയില്ലാതെ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ പിന്നെ അതിനെന്താണ് ഉള്ള പരിഹാരം എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത ഏത് ജില്ലയിലെ എക്സാം ആണെങ്കിലും നമ്മൾ എഴുതാനിരിക്കുന്ന ആ എക്സാമിൽ ആദ്യ റാങ്കിൽ നമ്മൾ എത്തിയാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അപ്പം അത് സാധിക്കോ, ഇനിയിപ്പോൾ കുറഞ്ഞ ദിവസമല്ലേ ഉള്ളൂ എന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. ഇപ്പോൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത ആളുകളാണെങ്കിലും ശരി, ഇനിയുള്ള ദിവസങ്ങൾ അവർ ഉപയോഗപ്പെടുത്തിയില്ല, അവരെന്തെങ്കിലും തിരക്കുകളിലേക്ക് പോയി ഇനിയുള്ള ദിവസങ്ങൾ അവർ ടച്ച് ചെയ്തില്ല എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഗുണമൊന്നും ഉണ്ടാവില്ല.
തീരെ ഗുണം ഉണ്ടാവില്ല എന്നല്ല, അവർ ആദ്യം പ്രിപ്പയർ ചെയ്തതിന്റെ ഗുണം ഉണ്ടാവും. എന്നാലും ടച്ച് വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അവരും നമ്മളൊക്കെ ഏകദേശം ഒരേപോലായി മാറും, ഇനിയുള്ള ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ. എന്നാലോ ഇനിയുള്ള ദിവസം ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത ആളുകളെ പോലും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ആളുകളോടും പുതിയതായിട്ട് ഒരുപക്ഷെ ഇപ്പോഴൊന്നും ഇതുവരെ പഠിക്കാൻ സാധിക്കാതെ ഇനി ഈ ഉള്ള ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നവരോടൊക്കെ പറയേണ്ടത്, ഇനി നിങ്ങൾ ഒരു സമയവും വേസ്റ്റ് ആക്കാതെ, നേരത്തെ നസ്രുദ്ദീൻ സാർ പറഞ്ഞ ഭാഗം നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കണം. നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യം, അത്യാവശ്യമുള്ള കാര്യം, അതേപോലെ തന്നെ അത്ര തന്നെ വേണ്ടാത്ത കാര്യങ്ങൾ, ഇങ്ങനെ പല കാറ്റഗറി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതിലിപ്പോ നമ്മളുണ്ടെങ്കിൽ ഇപ്പൊ നാട്ടിലത്തെ ഇപ്പോ വെക്കേഷൻ കാലയളവാണ് വരുന്നത്, ഒരുപാട് കല്യാണങ്ങൾ, കുടിയിരിക്കൽ ഒക്കെ വരുന്ന ഒരു സമയമാണ്. ഹൗസ് വാമിംഗ് ഒക്കെ കുറെ നടക്കുന്ന സമയമാണ്. അതൊക്കെ ഇപ്പൊ നമ്മളുണ്ടെങ്കിലേ ഇപ്പൊ കുടുംബത്തിലെ അതേപോലെ നാട്ടിലെ പരിപാടിയൊക്കെ നടക്കുള്ളൂ എന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ പറയുന്ന ലക്ഷ്യത്തിലെത്താൻ എന്തായാലും സാധിക്കൂല. എന്നാൽ നമ്മൾ ഉണ്ടെങ്കിലേ നടക്കൂ എന്ന ഫംഗ്ഷൻ ആണെങ്കിൽ അതിൽ നമ്മൾ പങ്കെടുക്കുക. അല്ലാത്തതിലൊക്കെ നമ്മൾക്ക് നമ്മുടെ വീട്ടിലുള്ള മറ്റാളുകൾ പങ്കെടുത്താലും ആ സംഗതികളൊക്കെ നടന്നു പോകും. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് ഈ വരുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരേ കാറ്റഗറിയിൽപ്പെട്ട 2-3 എക്സാം ഒക്കെയാണ് ഒരൊറ്റ ദിവസം നടക്കുന്നത്. അത് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം പലരും ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, സാർ അന്ന് ഒരു 3 എക്സാം എഴുതിയിരുന്നല്ലോ, അപ്പോൾ എനിക്കിതിലിപ്പോൾ 1 എഴുതാൻ പറ്റുള്ളൂ, അഥവാ ബാക്കി 2 എനിക്ക് മിസ്സായി പോവല്ലേ എന്ന് വരെ ഇപ്പോഴും ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, നമ്മൾ അന്ന് അപ്ലൈ ചെയ്ത 3 എക്സാം അഥവാ 3 കാറ്റഗറിയിലുള്ള എക്സാം, പക്ഷെ അത് LP എക്സാം ആയിരിക്കും, അതല്ലെങ്കിൽ UP എക്സാം ആയിരിക്കും. പക്ഷെ ആ 3നും കൂടെ ഒരൊറ്റ ദിവസമാണ് നമ്മൾ എക്സാം എഴുതുന്നത്. അപ്പോൾ ഫലത്തിൽ എന്താ സംഭവിക്കാൻ ചോദിച്ചാൽ, റിസൾട്ട് വരുന്ന സമയത്ത് ആ 3 കാറ്റഗറിയിലും അപ്ലൈ ചെയ്ത, ഇപ്പൊ LP അറബിക് ആണ്, അതിലിപ്പോ ഫുൾ ടൈമും പാർട്ട് ടൈമും ഉണ്ടെങ്കിൽ അതിൽ ആദ്യ റാങ്ക് ലഭിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള മാർക്ക് ലഭിച്ച ആള്, ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരാൾക്ക് ഇപ്പോൾ റിട്ടൺ ടെസ്റ്റിൽ 75 മാർക്ക് ലഭിച്ചു എന്ന് വിചാരിക്കാം. പിന്നെ അയാൾക്ക് ഇന്റർവ്യൂവില് ഒരു 12 അല്ലെങ്കിൽ 13 മാർക്ക് ലഭിച്ചു എങ്കിൽ അയാൾക്ക് 85 അല്ലെങ്കിൽ ഒരു 87, 88 മാർക്ക് അയാൾക്ക് ലഭിക്കും. മിക്കവാറും അയാൾ തന്നെ ആയിരിക്കും ആ ലിസ്റ്റില്, ആ 3 ലിസ്റ്റിലും ആദ്യത്തിലെത്തുക. അപ്പൊ ഇതേ രൂപത്തിൽ അതിന് തൊട്ട് താഴെ 2ാം റാങ്ക് ലഭിക്കുന്ന ആള്, 3ാം റാങ്ക് ലഭിക്കുന്ന ആള്, അയാളും ഈ 3 കാറ്റഗറിയിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ ആയിരിക്കും എല്ലാ റാങ്ക് ലിസ്റ്റിലും ആദ്യത്തിലുണ്ടാവുക. ഇതിപ്പോ 2023 എക്സാം എഴുതിയ ആളുകൾക്ക് ഒന്നുകൂടെ ശരിക്കും കൃത്യമായി അറിയുന്ന കാര്യമാണ്. അപ്പോ നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്താൽ ഉറപ്പാണ് ആദ്യ റാങ്കുകളിൽ നമ്മൾ ഉണ്ടെങ്കിൽ, 1ാം റാങ്കിന് ഇപ്പൊ എല്ലാവർക്കും എന്തായാലും കിട്ടൂല, എന്നാലും അതിനോട് അടുത്ത റാങ്കുകളിൽ നമ്മൾ എത്തിയാൽ ഷുവറാണ് നമ്മൾ ഏതെങ്കിലും ലിസ്റ്റിൽ ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത മാസങ്ങളിലായിട്ട് നമ്മൾ ജോലിയിൽ പ്രവേശിക്കും. പക്ഷേ അതിന് അല്പം നമ്മൾ എന്ത് ചെയ്യണം, ഇനി സമയം ചെലവഴിക്കണം. നമുക്കൊക്കെ നമ്മൾ പിന്നെ കേട്ട ഒരു കവിതയുണ്ട് അല്ലെ, വലൈസ അഹുൽ ഹാജാതി മൻ ബാത നാഇമൻ വലാകിൻ അഖൂഹ മൻ യബീതു അലാ വജൽ. അതായത് ആവശ്യക്കാരായ ആളുകൾ എന്ത് ചെയ്യൂല, സ്വാഭാവികമായിട്ടും അല്പൊക്കെ ആശ്വാസം എടുക്കാമെന്ന രൂപത്തിൽ റാഹത്ത് വിചാരിച്ചുകൊണ്ട് രാത്രി ഇങ്ങനെ മുഴുവനായിട്ട് കിടന്നുറങ്ങുന്ന ആളാവൂല. മറിച്ച് ആവശ്യക്കാരനാണോ അവൻ എന്ത് ചെയ്യും, പേടിയോടുകൂടിയായിരിക്കും തൻ്റെ ആ ഒരു രാത്രി കഴിച്ചു കൂട്ടുക എന്നാണ്. എന്ന് വെച്ചാൽ കുറച്ച് സമയം നമ്മൾ, എന്ന് വെച്ചാൽ ഉറങ്ങണ്ടെന്നല്ല, ഉറക്കം ആവശ്യമാണ്. പക്ഷെ എല്ലാ ദിവസവും ഇതുവരെ നമ്മളിപ്പോ ഒരു 7 മണിക്കൂർ 6 മണിക്കൂർ ഉറങ്ങിയിരുന്ന ആളുകളാണെങ്കിൽ, ഇനിയുള്ള നമ്മുടെ മുമ്പിലുള്ള ഒരു 20 ചില്ലാനം ദിവസം, അല്ലെങ്കിൽ ഒരു 20 ദിവസം തന്നെ എന്ന് കൂട്ടിക്കോളെ, 20 ദിവസം നമ്മൾ ഇനി ഒരു 5 മണിക്കൂർ ഇറങ്ങിയാൽ തന്നെ ധാരാളമാണ്. ആ 5 മണിക്കൂർ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ ഉറങ്ങുക. ബാക്കിയുള്ള സമയം പരമാവധി നിങ്ങൾ പഠനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും. അപ്പൊ അത് നമ്മളിപ്പോ ഒരു ദിവസത്തെ ഇപ്പൊ ഷെഡ്യൂൾ ഇപ്പൊ സാറ് ഇവിടെ പറയും. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് നമുക്ക് അറബിക്കിൽ പ്രധാനമായി വരുന്ന ഭാഗങ്ങൾ ഒന്ന് നമുക്കറിയാം, ലിറ്ററേച്ചറാണ്. ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ജാഹിലി ലിറ്ററേച്ചർ മുതൽക്ക് അതിങ്ങനെ ഇസ്ലാമിക് ലിറ്ററേച്ചർ, പിന്നെ ഉമവി,
അബ്ബാസി, ആ അബ്ബാസി കാലഘട്ടത്തിനോട് സമാന്തരമായിട്ട് തന്നെ സ്പെയിൻ ലിറ്ററേച്ചർ, അതേപോലെ തന്നെ പിന്നീട് തൊട്ടടുത്ത് മോഡേൺ ലിറ്ററേച്ചർ, ആ മോഡേൺ ലിറ്ററേച്ചറിൽ മഹജർ ലിറ്ററേച്ചർ വരുന്നുണ്ട്. പിന്നെ ആ മോഡേൺ ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് തന്നെ ട്രെൻഡ്സ്, മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ഭാഗം, ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ആ ഒരു പരന്ന ഭാഗമാണ് ലിറ്ററേച്ചറിന്റെ ഭാഗം. പിന്നെ അടുത്തത് അറബിക് ഗ്രാമർ, അതേപോലെ തന്നെ റിട്ടോറിക് ആൻഡ് പ്രോസഡി എന്നുവെച്ചാൽ എൽമുൽ ബലാഗയും എൽമുൽ അറൂദും. പിന്നെ അതിന്റെ ഭാഗമായിട്ട് തന്നെ അതേ മൊഡ്യൂളിൽ വരുന്ന ക്രിട്ടിസിസം. ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ സിലബസിലുള്ളത്. അപ്പോൾ ഈ ഓരോ ഭാഗങ്ങളിലെയും ക്ലാസ്സുകൾ ഇൻഷാല്ല നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ജാഹിലി ലിറ്ററേച്ചർ ആണെങ്കിൽ അതിൽ ഒരു 3ഓളം ക്ലാസ്സുകൾ ആ ഭാഗത്ത് നിന്ന് മാത്രം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ക്ലാസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ മാത്രം നമ്മൾ ഒതുക്കരുത് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ജാഹിലി ലിറ്ററേച്ചറിൽ ഒന്നാമത്തെ മൊഡ്യൂള് അല്ലെങ്കിൽ ഒന്നാമത്തെ ക്ലാസ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ അപ്പുറവും ഇപ്പുറവും നോക്കാൻ നമുക്കൊരു പ്രേരണ ലഭിക്കുന്ന രൂപത്തിൽ തന്നെയായിരിക്കും ഇൻഷാല്ല ആ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ആ ക്ലാസ്സിൽ മാത്രം ഒതുക്കാതെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പൊ ഇമ്രുൽ ഖൈസിനെ കുറിച്ച് പഠിക്കാത്ത ആരും നമ്മുടെ കൂട്ടത്തിലില്ല. നമ്മുടെ അടുക്കലൊക്കെ നോട്ട്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ഗൈഡ് ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ അടുക്കലുണ്ട്. പക്ഷെ അതിനി ഒന്നുകൂടെ അത് മറച്ചു നോക്കുക എന്നുള്ള കാര്യമാണ് വേണ്ടത്. അപ്പൊ ആ ഭാഗത്തെ ക്ലാസ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ആ ഭാഗം ഒന്ന് നമ്മുടെ അടുക്കലുള്ള നോട്ട്സ് ഒക്കെ ഒന്ന് ഉപയോഗിച്ച് ഒന്നുകൂടെ എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് മറച്ചു നോക്കുക. അതിന് കൂടുതൽ സമയമൊന്നും വേണ്ട. കാരണം ഒരു ദിവസം ഇപ്പൊ രാവിലെ ഒരു ക്ലാസ്, പിന്നെ വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് 3 ക്ലാസ് ഒക്കെ വരുന്ന ദിവസങ്ങളാണ് അധികം ഉണ്ടാവുക. ആ 3 ക്ലാസ്സും ലൈവായിട്ട് തന്നെ പരമാവധി പങ്കെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇനി അഥവാ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡഡ് വീഡിയോ തൊട്ടടുത്ത മണിക്കൂറുകളിൽ ലഭിക്കും. ഒരു 12 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും അതിന്റെ റെക്കോർഡഡ് വീഡിയോ ലഭിക്കും. പക്ഷേ അപ്പോഴേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകും, അടുത്ത ക്ലാസ് വരും എന്നുള്ളത് കൊണ്ട് പരമാവധി നിങ്ങൾ ലൈവ് ക്ലാസ് തന്നെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. ഇനി അഥവാ ലൈവ് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ റെക്കോർഡഡ് വീഡിയോ വരുമ്പോൾ അത് നിങ്ങൾ കേട്ട് തീർക്കണം. അതിന്റെ നോട്ട്സ് കവർ ചെയ്യുന്നതോട് കൂടെ തന്നെ അനുബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റീഡിങ് കൂടി നടത്തുക. എന്നാലായിരിക്കും നമുക്ക് ആ ഭാഗങ്ങൾ ഏറ്റവും അധികം എളുപ്പമാവുക. അങ്ങനെ എല്ലാ ഭാഗവും നമുക്ക് ഇനി ഉള്ള ദിവസങ്ങളിൽ പ്രയോജനപ്പെടുത്തണം. അതേപോലെ തന്നെ മോഡൽ ടെസ്റ്റ്സ് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഒറ്റ മോഡൽ ടെസ്റ്റ് നമ്മൾ ഒഴിവാക്കാതിരിക്കുക. മോഡൽ ടെസ്റ്റ് വെറുതെ ഞാൻ അറ്റൻഡ് ചെയ്തു എന്ന് വരുത്തി തീർക്കുക എന്നതിലുപരിയായിക്കൊണ്ട് ഓരോ ചോദ്യവും നമ്മൾ വായിച്ച്, ഓപ്ഷൻ സഹിതം വായിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് അറ്റൻഡ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ചെറിയൊരു സമയം നമുക്ക് വേണ്ടതുള്ളൂ. ആ ക്വസ്റ്റ്യന്റെ അല്ലെങ്കിൽ ടെസ്റ്റിന്റെ മാർക്ക് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. വ്യൂ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി. ഇപ്പോൾ 40-ലാണ് അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ ഉള്ള ഒരു ടെസ്റ്റ് ആണെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും ചിലപ്പോൾ 2 മാർക്കാണെങ്കിൽ 40 മാർക്കായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന് നമുക്കൊരു 30 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ 30 മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കല്ല വേണ്ടത്. നമ്മൾ ആ ടെസ്റ്റ് ഒന്നുകൂടെ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് എവിടെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്തത്, തെറ്റിയത് എങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി മനസ്സിലാക്കിയ ശേഷം അപ്പോൾ ആ ടെസ്റ്റ് നമ്മൾ പൂട്ടിയിട്ട് പിന്നീട് നമുക്ക് ഒഴിവുള്ളൊരു സമയത്ത് ഒന്നുകൂടി എന്ത് ചെയ്യുക, നമ്മൾ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ പൂർണ്ണമായിട്ടും നമുക്ക് മാർക്ക് ലഭിക്കുന്നത് വരെ ഒരു 2-3 തവണ ആയിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ ടെസ്റ്റ് ഒക്കെ ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ആ ടെസ്റ്റിന്റെ പോയിന്റ്സ് മനസ്സിലാക്കുന്നത് മാത്രമല്ല, നമുക്കൊരു മനസ്സിൽ ചെറിയൊരു ഫീലിങ്സ് വരും. എന്താ വെച്ചാൽ ഒന്ന് തെറ്റിയെങ്കിൽ അല്ലെങ്കിൽ 2-3 ഒക്കെ തെറ്റിയാൽ, അതല്ല ഒരാൾക്ക് 10 തെറ്റി വിചാരിച്ചോളൂ, എന്നാലും നമ്മൾ ടെൻഷൻ ആവൊന്നും വേണ്ട. മറിച്ച് നമുക്ക് എപ്പോഴും ഒരു പഠിക്കണം എന്നുള്ള ഒരു ത്വര ഉണ്ടാവും. അത് ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യുക വേണം. ഇതൊക്കെ ഞങ്ങളൊക്കെ പറയുന്നത് കഴിഞ്ഞ കാല പല നമ്മുടെ റാങ്ക് ലിസ്റ്റുകളിൽ വന്ന ആളുകളുടെയും എക്സ്പീരിയൻസ് അനുസരിച്ച് കൊണ്ടാണ് പറയുന്നത്. അവരൊക്കെ നൽകിയ ഫീഡ്ബാക്ക് കൂടി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പറയുന്നത്. നിങ്ങൾ ഈ ലഭിക്കുന്ന ക്ലാസ്സുകളും മോഡൽ ടെസ്റ്റുകളൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് പറഞ്ഞതിന്റെ ആകത്തുക. അപ്പോൾ കോഴ്സിന് നമ്മൾ ജോയിൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, ആ ജോയിൻ ചെയ്യുക എന്നുള്ള ഭാഗം നമ്മുടെ ഭാഗം ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി ഈ കോഴ്സ് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിപ്പോ ഈ പറഞ്ഞ പോലെ വെറും ക്വസ്റ്റ്യനും അതേപോലെ തന്നെ അതിന്റെ അനാലിസിസും മാത്രം അതിൽ മാത്രം നിങ്ങൾ പരിമിതപ്പെടുത്താതെ
അതിനപ്പുറം കൂടി ഒരു അധിക വായന കൂടി നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതുകൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ കൂടി പ്രത്യേകം സമയം കണ്ടെത്തുക. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. ഇനി അതിനോടനുബന്ധമായിട്ട് തന്നെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇമ്രുൽ ഖൈസിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഇമ്രുൽ ഖൈസിന്റെ ഹബീബത്ത് ആരെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയും ഒനൈസയാണെന്ന് പറയും. അപ്പൊ അതിനോട് കൂടെ മിക്കവാറും കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചോദ്യങ്ങളിൽ ഉണ്ടാവാറുണ്ട്, മൻ ഹിയ ഹബീബത്തു ഇമ്രുൽ ഖൈസ് എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യുവെച്ചാൽ ഈ ഇമ്രുൽ ഖൈസിന്റെ ഹബീബത്തിന്റെ പേര് ഒരു 4 പേര് ഓപ്ഷനിൽ വരുമ്പോൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചോദിക്കും ഫാത്തിമ ബിൻത്ത് ഷുറഹബീൽ, അതേപോലെ തന്നെ ഫാത്തിമ ബിൻത്ത് റബിയ, പിന്നെ വേറെ ഏതെങ്കിലും 2 പേരുകൾ കൂടി കൊടുക്കും. അപ്പോൾ ഈ ഫാത്തിമ എന്നുള്ള പേര് എല്ലാവർക്കും അറിയാം, കാരണം ഫാത്തിമയാണ് പേര്. പക്ഷെ ബിൻത്ത് റബിയയാണോ അതല്ല ബിൻത്ത് ഷുറഹബീലാണോ, അത് നമ്മൾ ഒന്നുകൂടി ഉറപ്പിക്കണം. അപ്പൊ നമ്മളിപ്പോ ഇമ്രുൽ ഖൈസിന്റെ ഹബീബത്ത് ഒനൈസ എന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നമ്മൾ ചർച്ച ചെയ്ത് പോയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ യഥാർത്ഥ പേര്, അപ്പൊ ഈ ഫാത്തിമ ബിൻത്ത് റബിയ ആരാണ്, ഫാത്തിമ ബിൻത്ത് ഷുറഹബീൽ ആരാണ്? ഷുറഹബീൽ എന്ന് വെച്ചാൽ അതാണ് ഒനൈസ, ഫാത്തിമ ബിൻത്ത് അബീദ് അല്ലെങ്കിൽ ഫാത്തിമ ബിൻത്ത് ഷുറഹബീൽ. എന്നാൽ ഫാത്തിമ ബിൻത്ത് റബിയ എന്ന് പറയുന്നത് ഉമ്മയുടെ പേരാണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന ആ ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒരാളൊന്ന് ഇതാരാണ് അല്ലെങ്കിൽ ഹബീബത്തിന്റെ യഥാർത്ഥ നെയിം എന്ത് എന്നുള്ള രൂപത്തിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ജസ്റ്റ് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കും ആ വിഷയം ഒന്നുകൂടി ക്ലിയർ ആക്കാൻ പറ്റും. മറ്റൊരാൾക്ക് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള മറ്റാളുകൾക്കും എന്ത് ചെയ്യും, ഇതേപോലെ ആ പോയിന്റ്സ് ഷെയർ ചെയ്യലാവും. ഇതേപോലെ ഒരു ദിവസം നമ്മളൊരു 5 പോയിന്റ് നമ്മൾ ഷെയർ ചെയ്താൽ നമുക്കൊരു നഷ്ടമില്ല. കാരണം നമ്മുടെ അതേ സമാന ചിന്താഗതിക്കാരായ ഒരു 10 പേര് ഒരു ദിവസം 5 പോയിന്റ്സ് ഇതേപോലെ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം 50-ലധികം പോയിന്റ്സ് ഓരോ ദിവസവും ഈ ക്ലാസ്സുകൾക്ക് പുറമെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതൊക്കെ നമുക്ക് നമ്മുടെ പഠനത്തെ സജീവമാക്കി കൊണ്ടുപോകാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ ആ രൂപത്തിലൊക്കെ നിങ്ങൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സിലബസുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന രൂപത്തിൽ തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു ഷുവർ ഷോട്ടിന്റെ സെഷൻസ് ഉണ്ടാവുക. അതൊക്കെ നിങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. നേരത്തെ പറഞ്ഞ ഭാഗം ഒന്നുകൂടി ഞാൻ അടിവരയിട്ടുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഇനിയുള്ള ദിവസങ്ങളിലെ ഷെഡ്യൂൾ എങ്ങനെയാണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് നസ്രുദ്ദീൻ സാർ നമ്മോട് പങ്കുവെക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ കാര്യം അടിവര ഇടുക എന്ന് പറയുന്നത്, കോഴ്സ് നമ്മൾ ജോയിൻ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. ആ കോഴ്സ് അതേപോലെ ഫോളോ ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. പിന്നെ മറ്റൊന്ന്, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ എങ്ങനെയെങ്കിലും ഉൾപ്പെടുക എന്നുള്ളതല്ല നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. മറിച്ച് റാങ്ക് ലിസ്റ്റിൽ ആദ്യ ഭാഗത്ത്, അഥവാ ഇപ്പോൾ റാങ്കിലെ 1 മുതൽ ഒരു 10 കൂടിപ്പോയാൽ ഒരു 15 റാങ്കിനുള്ളിൽ നമ്മൾ എന്തായിരുന്നാലും വരണം. അതിലിപ്പോ ആദ്യ 5-നുള്ളിൽ എത്താൻ പറ്റിയോ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാം. അല്ലാത്തവർ ഒരുപക്ഷെ ഓരോരോ ജില്ലകൾക്കനുസരിച്ച് ഇപ്പോൾ മലപ്പുറം ജില്ലയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ സാധ്യതകളുണ്ട്. എന്നാലും നമ്മുടെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് ആദ്യ റാങ്കുകളാണ്. അപ്പൊ ഇത്രയും ആളുകൾ പ്രിപ്പയർ ചെയ്യുന്നിടത്ത് എനിക്കെങ്ങനെ ഇപ്പോൾ ഈ ആദ്യ 10-നുള്ളിൽ അല്ലെങ്കിൽ ആദ്യ 15-നുള്ളിൽ എന്നൊന്നും ആരും ചിന്തിക്കേണ്ടതില്ല. നമ്മൾ പ്രിപ്പയർ ചെയ്തോ നമുക്ക് ഓരോരുത്തർക്കും എത്താൻ പറ്റും. കാരണം 0 ആയിരുന്ന ആളുകൾ ഇപ്പൊ സമീപകാല ഒരുപാട് റിസൾട്ടുകൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഓരോ ജില്ലകളിലും അറബിക് PSCയിൽ വന്നപ്പോൾ കഴിഞ്ഞ ഫോക്കസിലെ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഒരുപാട് ആളുകൾ ലിസ്റ്റിൽ വന്നു. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇതിനകം ജോലിയിൽ പ്രവേശിച്ചു. ഇനി ഒരുപാട് ആളുകൾ ജോലി പ്രവേശിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അതേപോലെ നമ്മളിപ്പോൾ 0 ആണെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഹീറോകളായി മാറും നാളെ നിങ്ങൾ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ ഷെഡ്യൂളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നാളെ മുതൽ തന്നെ, നാളെ രാവിലെ തന്നെ നമുക്ക് ആദ്യ സെഷനുണ്ട്. പിന്നെ അതിനുശേഷം നാളെ രാത്രിയുണ്ട്. പിന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലുള്ള സെഷൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നസ്രുദ്ദീൻ സാറ് നമ്മോട് അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൃത്യമായി നമ്മുടെ
ഈ ഒരു കോഴ്സിനോട് കൂടെ സഞ്ചരിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈറുൽ ജസാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇനിയുള്ള ദിവസങ്ങളുടെ ഇമ്പോർട്ടൻസ് നമുക്ക് ഈ ഒരു സമയത്ത് മനസ്സിലായി. ഇനി നമ്മൾ വേസ്റ്റ് ആക്കാൻ നമുക്ക് അല്പം പോലും സമയമില്ല. ഓരോ സെക്കൻഡുകളും മിനിറ്റുകളും നമ്മളുടെ ഭാവി നിർണയിക്കുന്ന സമയങ്ങളാണെന്ന് നമുക്ക് ഖാലിദ് സാറുടെ സംസാരത്തിലൂടെ മനസ്സിലായി. നമ്മൾ ഈ ഒരു സമയത്ത് ഇപ്പോ ഈ ഒരു ഇനാഗുറേഷൻ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്യേണ്ട ദിവസമാണ്, സമയമാണ്. നിങ്ങൾ പഠിച്ചാൽ കിട്ടുമോ, ഇനി ഞാൻ കുറെ പഠിക്കേണ്ടതുണ്ടോ, അങ്ങനെ പല ചിന്തകളുള്ള ആളുകളായിരിക്കും. ഇന്ന് മുതൽ നമ്മൾ നന്നായി പഠിച്ചാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ആ രൂപത്തിലുള്ള നല്ലൊരു ഷെഡ്യൂളാണ് നമ്മൾ ഫോക്കസ് നൽകുന്നത്. ഷെഡ്യൂളിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഗ്രൂപ്പിലേക്ക് അയക്കാം. ലേറ്റ് ആയതുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ പറയുന്നില്ല. നമ്മൾ നോർമലി രാവിലെയും വൈകുന്നേരവും എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. നാളെ 30-ാം തീയതിയാണല്ലോ, മൺഡേ. സ്കൂളിലെ ദിവസമാണ്. പലർക്കും സ്കൂളുണ്ട്, ചിലർക്ക് സ്കൂൾ പരീക്ഷ കഴിഞ്ഞവരുണ്ട്. ഏതായാലും സ്കൂൾ ഉള്ളവരെയും കൂടി പരിഗണിച്ചുകൊണ്ട്, നാളെ സ്കൂൾ ഉള്ളവരെയും പരിഗണിച്ചുകൊണ്ട് രാവിലെ 6:30 ജാഹിലി അറബിക് ലിറ്ററേച്ചർ 1-ാം ഭാഗം സ്റ്റാർട്ട് ചെയ്യും ഇൻഷാ അല്ലാഹ്. രാത്രി 8:30 ജാഹിലി അറബിക് ലിറ്ററേച്ചറിന്റെ 2ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കും. 2ാമത്തെ ക്ലാസ് നടത്തപ്പെടും. പിന്നെ 31-ാം തീയതി ചൊവ്വാഴ്ചയാണ്. പലർക്കും സ്കൂളിൽ പോവേണ്ട ദിവസമായതുകൊണ്ട് ഏകദേശം സെയിം ഷെഡ്യൂൾ ആയിരിക്കും. രാവിലെ ഇൻഷാ അല്ലാഹ് ജാഹിലി ലിറ്ററേച്ചറാണ്. വൈകുന്നേരം ഒരു 7:30 സമയത്തിന് ഉമവി അറബിക് ലിറ്ററേച്ചറിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പോൾ നാളെയും മറ്റന്നാളെയും ക്ലാസ് ടൈം ഓരോ ദിവസം ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ അറിയിക്കും. നമുക്കറിയാം, നമ്മൾ ഇടുന്ന ഏതൊരു ഷെഡ്യൂളും അവിടെ വഫൗഖ തഖ്ദീരിന, ബാക്കി എന്താണ്, ലില്ലാഹി തഖ്ദീറു, അല്ലെ? നമ്മൾ ഇടുന്ന ഷെഡ്യൂളിനപ്പുറം മറ്റ് പല ടെക്നിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ മറ്റു ഫാക്കൽറ്റികൾക്ക് ടൈമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ നിലവിൽ ഇട്ട ഷെഡ്യൂൾ അനുസരിച്ച് പറയുകയാണ്. മറ്റ് ഈ ഷെഡ്യൂളും ഇതിന്റെ മാറ്റങ്ങളും എല്ലാം ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ അറിയിക്കും. അപ്പോൾ നാളെയും മറ്റന്നാളെയും 2 ക്ലാസ്സുകളാണ് ഉണ്ടാകുക. രാവിലെ 6:30-ക്കും ഈവനിങ് ഒരു 7:30, 8 മണി 8:30 സമയത്തായിരിക്കും. ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ അറിയിക്കും കറക്റ്റ് ടൈം. പിന്നെ 1-ാം തീയതി മുതൽ ഇൻഷാ അല്ലാഹ് സ്കൂൾ അടക്കുകയാണല്ലോ. 1-ാം തീയതി മുതൽ നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും, എലക്ഷൻ ഏപ്രിൽ 9-ന് വരുന്നുണ്ട്, ആ ദിവസമല്ലാത്ത ബാക്കി എല്ലാ ദിവസവും 3 സെഷൻസ് ഏറ്റവും ചുരുങ്ങിയതുണ്ടാവും. ചുരുങ്ങിയതെന്ന് പറയുമ്പോൾ ചില ദിവസങ്ങളിൽ 3-നേക്കാൾ കൂടാം. ചില ഓൾഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷനോ അല്ലെങ്കിൽ ചില ഏരിയകൾ ബാക്കിയുണ്ടെങ്കിൽ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ 3-ൽ കൂടാം. നിലവിലെ പ്ലാൻ അനുസരിച്ച് ഏപ്രിൽ 9-ന്റെ ഇലക്ഷൻ ദിവസമല്ലാത്ത ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇൻഷാ അല്ലാഹ് 3 സെഷൻസ്, ഒന്ന് രാവിലെ 6:30, മറ്റൊന്ന് ഉച്ചക്ക് 2:30, രാത്രി ഒരു 7:30 മുതൽ 8:30 ഇടയിൽ ഒരു സമയത്തായിരിക്കും തുടങ്ങുക. നോർമലി നമ്മൾ വിചാരിക്കുന്നത് 8:30 ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു വീതം 3 നേരം എന്ന രൂപത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട് കഴിച്ച് നമ്മൾ എക്സാമിന് ഇൻഷാ അല്ലാഹ് ഒരുങ്ങി തന്നെ പോയി ആദ്യ റാങ്കുകളിൽ എത്താം ഇൻഷാ അല്ലാഹ്. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത ഖാലിദ് സാർ സൂചിപ്പിച്ചു. ഒരുപാട് ജില്ലകളിലേക്കുള്ള എക്സാമുകൾ വ്യത്യസ്ത കാറ്റഗറികളിൽ നടക്കുകയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 10-12ഓളം എക്സാമുകൾ ഒരുമിച്ച് നടത്തപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് അവസരം കൂടുകയാണ് ചെയ്യുക. പലരും
4 ജില്ലകളിലേക്ക് അപ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 ജില്ലകളിലേക്ക് അപ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ, 3ലും ചിലപ്പോൾ 1ാം റാങ്കുകാർ ഒന്നായിരിക്കും, 2ാം റാങ്കുകാരും ഒക്കെ സെയിം ആയിരിക്കും. അപ്പോ ഈ 3 ജില്ലകളിലേക്കുമുള്ള 1ാം റാങ്കുകാരൻ 3 ജില്ലകളിലും കൂടെ ഒരേ സമയത്ത് വർക്ക് ചെയ്യൂലല്ലോ, ഏതെങ്കിലും ഒരു ജില്ലയിലെ ഒരു വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റ് റാങ്ക് ലിസ്റ്റിലൊക്കെ അവസരമുണ്ടാകും. അപ്പോൾ ഒരേ സമയത്ത് എക്സാം നടക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ എക്സാം നടക്കുക എന്നുള്ളത് നമുക്കൊരു പോസിറ്റീവായിട്ട് നമ്മൾ കാണണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു അങ്ങനെ പോസിറ്റീവ് ആക്കട്ടെ. നമുക്ക് ഹൈറായ നിലക്ക് ഈ വരുന്ന PSC തന്നെ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് പ്രാർത്ഥന മാത്രം പോരാ, നമ്മളുടെ പ്രവർത്തനം വേണം. ആ ഒരു പ്രവർത്തനവും നിങ്ങളുടെ ആഗ്രഹവും ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ ഫോക്കസിൽ ജോയിൻ ചെയ്തത്. പിന്നെ ഖാലിദ് സാറുടെ ആ ഒരു വാക്ക് ഒന്നും കൂടി ഞാൻ എടുത്ത് പറയാണ്. നിങ്ങൾ ഫോക്കസിൽ ജോയിൻ ചെയ്തുകൊണ്ട് മാത്രമായില്ല, ഫോക്കസിൽ എല്ലാ റാങ്ക് ലിസ്റ്റിലും ആദ്യ റാങ്കുകാർ ഫോക്കസുകാരാണ്. ഏത് റാങ്ക് ലിസ്റ്റ് എടുക്കുകയാണെങ്കിലും പകുതിയോളം, അല്ലെങ്കിൽ ചില റാങ്ക് ലിസ്റ്റിൽ 80% ഫോക്കസിന്റെ സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ട് ഞാൻ ഫോക്കസിൽ സ്റ്റുഡന്റ് ആണ്, എനിക്ക് എന്തായാലും കിട്ടുമെന്നും കരുതരുത്. നമ്മള് ബൈനൽ ഖൗഫി വർ റജാ, നമുക്കറിയാലോ ഒരു മുഅ്മിനിന്റെ അടയാളാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബൈനൽ ഖൗഫി വർ റജാ. അമിത ആത്മവിശ്വാസവും പറ്റൂല, എന്നാൽ അമിത ഭയം പറ്റുമോ? അതും പറ്റൂല. നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. നമുക്കതിന് അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ട്. ബാക്കി തയ്യാറാവേണ്ടത് നമ്മളാണ്. തയ്യാറാവേണ്ടത് പോലെ, ഒരുങ്ങേണ്ടത് പോലെ ഒരുങ്ങിയാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. അങ്ങനെ സാധിച്ചവരെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. ഫോക്കസിലെ തന്നെ നേരത്തെ ഖാലിദ് സാർ സൂചിപ്പിച്ചിരുന്നു, ഫോക്കസിലെ തന്നെ പല മെമ്പർമാരും ആദ്യത്തെ എക്സാം ഒക്കെ എഴുതിയപ്പോ നമ്മളോടൊക്കെ ഒരുപാട്, എനിക്ക് റാങ്ക് ലിസ്റ്റിൽ പോലും എത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിനേക്കാൾ ഒരുപാട് വിദൂരമായി പോയല്ലോ എന്ന് പറഞ്ഞ് ടെൻഷനായവർ വീണ്ടും വീണ്ടും എഴുതിയപ്പോ അവര് റാങ്ക് ലിസ്റ്റിന്റെ സപ്ലിയിലൊക്കെ എത്തി. പിന്നെ അത്ഭുത കാഴ്ചകളാണ് പിന്നെ കാണാൻ കഴിഞ്ഞത് പലതും. 1ാം റാങ്കും വ്യത്യസ്ത ജില്ലകളിലെ ആദ്യ എക്സാമുകളിൽ പലപ്പോഴും റാങ്ക് ലിസ്റ്റിൽ പോലും എത്താൻ കഴിയാത്തവര് വീണ്ടും ശ്രമിച്ചുകൊണ്ട് ആദ്യ റാങ്കുകളിൽ, അതും ഒരു ജില്ലയല്ല പല ജില്ലകളിലേക്കും വ്യത്യസ്ത എക്സാമുകളിൽ ആദ്യ റാങ്ക് നേടുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് ഖൈറാണെങ്കിൽ അള്ളാഹു നൽകും, അതിന് നമ്മൾ തയ്യാറാവണം, നമ്മൾ അതിന് ഒരുങ്ങണം, ഫോക്കസിൽ ചേരുകയും ആ ഒരു വഴിയിലൂടെ നടക്കുകയും ചെയ്താൽ ലക്ഷ്യത്തിൽ എത്താറുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. ഡീറ്റെയിൽ ആയ ഷെഡ്യൂൾ ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ അയക്കും. ഞാൻ പറഞ്ഞ പോലെ ഷെഡ്യൂളിൽ നിങ്ങൾക്ക് ഏകദേശം ക്ലാസ്സുകളുടെ ഒരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പലരും ചോദിക്കുന്നുണ്ട്. പിന്നെ ആദ്യത്തെ ക്ലാസ്സുകൾ ഏതായിരിക്കും, പിന്നത്തെ ക്ലാസ്സുകൾ ഏതായിരിക്കും എന്നൊക്കെ ആ ഒരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ചിലര് പിന്നെ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിലേക്കും അല്ലെങ്കിൽ കോളേജ് പൂട്ടി നാട്ടിലേക്കും പോകുന്നവരുള്ളത് കൊണ്ട് പലരും ചോദിക്കുന്നുണ്ട് ഏതൊക്കെ ആയിരിക്കും ആദ്യത്തെ ദിവസ ക്ലാസ്സുകൾ, പിന്നെ ഏതായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഒരു ഷെഡ്യൂൾ ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ അയക്കും. എല്ലാവരും അത് നോക്കി മനസ്സിലാക്കുക. പിന്നെ ഓരോ ദിവസത്തെ ഷെഡ്യൂളും രാവിലെ ഏതാ ക്ലാസ്, വൈകുന്നേരം ഏതാ ക്ലാസ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ വേറെയും അറിയിക്കും. ഇപ്പോ ഒന്നും കൂടെ പറയാനുള്ളത്, നിങ്ങൾ തിരക്കായിരിക്കും, തിരക്കില്ലാത്ത ആരും ഉണ്ടാവില്ല. തിരക്കുകൾ മാറ്റിവെച്ച് പഠിക്കാമെന്ന് കരുതിയാൽ നമുക്ക് അവസാന നമ്മള് പിന്നെ അള്ളാഹുലേക്ക് മടങ്ങുന്ന സമയം നമുക്ക് ഫുൾ ഫ്രീ ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അപകടം പറ്റിയോ രോഗം പറ്റിയോ കിടക്കേണ്ടി വരും. എപ്പോഴേ നമ്മൾ ഫ്രീ ആവുള്ളൂ. നമ്മൾ വിചാരിക്കും എനിക്കിപ്പോ ചെറിയ ഫ്രീ ആണ്, ചെറിയ തിരക്കാണ്, കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആയിക്കോളും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അങ്ങനെ വിചാരിച്ച് കാത്തിരുന്ന സമയത്ത് നിങ്ങൾ ഫ്രീ ആയിട്ടുണ്ടോ? ഡിഗ്രി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ PG പഠിക്കുമ്പോൾ നമ്മൾ കരുതും, ഇപ്പോ നല്ല തിരക്കാണ്, PG പഠനത്തിലല്ലേ, ഡിഗ്രി പഠനത്തിലല്ലേ, ഇതൊന്ന് കഴിയട്ടെ, അത് കഴിയുമ്പോഴേക്കും കല്യാണമായി. അപ്പൊ കരുതി കല്യാണത്തിന്റെ തുടക്കല്ലേ, കുറച്ചും കൂടി കഴിഞ്ഞാൽ നന്നായി പഠനം തുടങ്ങാമെന്ന്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു കുട്ടിയായി.
അപ്പം കരുതും ഒരു കുട്ടിയായി ഇപ്പം കുറച്ച് തിരക്കല്ലേ, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് തുടങ്ങാം. പിന്നെ ചിലപ്പോ 1 എന്നുള്ളത് എണ്ണം കൂടി വരും അല്ലേ. പിന്നെ നമ്മൾ വീടിന്റെ തിരക്ക്, വീടുണ്ടാക്കുന്ന തിരക്ക്, മറ്റേ തിരക്ക്, അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിന്റെ തിരക്ക് എന്ന് പറഞ്ഞാൽ അത് അവസാനിക്കില്ല. നമുക്ക് തിരക്കുകൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇത് അത്യാവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് PSC റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്തുക എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇതിനു വേണ്ടി മറ്റ് അത്യാവശ്യമല്ലാത്തെല്ലാം മാറ്റിവെച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ ഫോക്കസിനോട് കൂടെ എന്ന് പറയുമ്പോൾ ഖാലിദ് പറഞ്ഞ പോലെ നമ്മളുടെ ക്ലാസ്സുകളും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഫ്രീ ഉള്ള സമയത്തൊക്കെ ഇപ്പോൾ തന്നെ ഫോക്കസിൽ നിലവിലുള്ള സ്റ്റുഡൻസിന്റെ വലിയൊരു ഭാഗം ഗ്രൂപ്പ് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. 10-15 ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഒഴിവ് സമയത്തൊക്കെ രാവിലെയും വൈകുന്നേരവും രാത്രിയും സുബഹിക്ക് നേരത്തെ എണീച്ചിട്ടും ഒക്കെ ചെറിയ ഗ്രൂപ്പ് ഗൂഗിൾ മീറ്റ് ഒക്കെ വെച്ച് ഗ്രൂപ്പ് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും പരീക്ഷയ്ക്ക് ആദ്യ റാങ്കുകളിൽ എത്തണം എന്നുള്ള ആഗ്രഹമുള്ള എല്ലാവരും ഇൻഷാ അല്ലാഹ് സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അള്ളാഹു ഖൈറാ നിലക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഫോക്കസ് മാക്സിമം നിങ്ങളുടെ ഒരു പടി മുന്നിലുണ്ടാവും. നിങ്ങൾ ആ ഒരു യാത്രയിൽ കൂടെ ഉണ്ടെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തെങ്കിലും ക്ലാസ്സുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഈ ഒരു സെഷൻ അവസാനിപ്പിച്ച് നാളേക്ക് ഒരുങ്ങാം. നാളെ 6:30 ഫസ്റ്റ് ജാഹിലി ലിറ്ററേച്ചറിന്റെ ക്ലാസ് ഉണ്ടാവും. അവസാനിപ്പിക്കാം. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.